ഗാർഹിക പീഡന പരാതിയിൽ ബിബിൻ സി ബാബുവിന് മുൻകൂർ ജാമ്യം ലഭിച്ചു. ബിബിൻ സിപിഎം വിട്ട് ബിജെപിയിൽ ചേർന്നതിന് പിന്നാലെയായിരുന്നു പോലീസ് കേസെടുത്തത്. ഇനിയും പീഡനമുണ്ടായാൽ ജാമ്യം റദ്ദാക്കാൻ പരാതിക്കാരിക്ക് കോടതിയെ സമീപിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എം കെ ഷുക്കൂർ വിവരങ്ങൾ നൽകും. ഷുക്കൂർ, സിപിഎം വിട്ടുകൊണ്ട് ബിജെപിയിൽ ചേർന്നതിന് പിന്നാലെയായിരുന്നു പോലീസ് കേസെടുത്തത്. അതിന് പിന്നിൽ തന്നെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന വിലയിരുത്തലിനെ തുടർന്നാണോ ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചത്? ദിവ്യ, സിപിഎം നേതാവും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബിബിൻ സി ബാബു അടുത്തിടെയാണ് ബിജെപിയിൽ ചേർന്നത്. തൊട്ടുപിറകെ ബിബിൻ സി ബാബുവിന്റെ ഭാര്യയും സിപിഎം നേതാവുമായ യുവതിയുടെ പരാതിയിൽ കരിയിലക്കുളങ്ങര പോലീസ് ഗാർഹിക പീഡനത്തിന് കേസെടുത്തു. 10 ലക്ഷം രൂപ സ്ത്രീധനം വാങ്ങി കൂടുതൽ പണത്തിനായി ഉപദ്രവിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പരാതിയിൽ പറയുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടി തുടങ്ങുമെന്ന സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബിബിൻ സി ബാബു ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ജാമ്യാപേക്ഷയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ബിബിൻ സി ബാബുവിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. എന്നാൽ ഈ ജാമ്യം അനുവദിച്ചുകൊണ്ട് തന്നെ കോടതി ചില കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഭാര്യയ്ക്കെതിരെ ബിബിൻ സി ബാബു ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയല്ല, ഇത്തരം ആരോപണങ്ങൾ ഇനി ഉന്നയിക്കരുത് എന്ന ഒരു താക്കീതും കോടതി നൽകുന്നു. അപ്പം മേലിൽ ഈ യുവതിക്കെതിരെ പീഡനമുണ്ടായാൽ ജാമ്യം റദ്ദാക്കാൻ കോടതിയെ യുവതിക്ക് തന്നെ സമീപിക്കാവുന്നതാണ്. രാഷ്ട്രീയം മാറിയത് കൊണ്ടാണ് ഈ യുവതി തനിക്കെതിരെ ഇത്തരം പരാതി ഉന്നയിക്കുന്നത് എന്ന ബിബിൻ സി ബാബുവിന്റെ ആക്ഷേപത്തിൽ കഴമ്പില്ല എന്നും കോടതി നിരീക്ഷിച്ചു. ഇസ്തിരിപ്പെട്ടിക്കൊണ്ട് അടിച്ചു തുടങ്ങിയതടക്കമുള്ള ഗൗരവമായ പരാതികൾ ഈ ബിബിൻ സി ബാബുവിന്റെ ഭാര്യയുടേതായി ഉണ്ട്. അതെല്ലാം ഗൗരവമുള്ളതാണെന്നും കോടതി നിരീക്ഷിച്ചു. ശരി, ഗാർഹിക പീഡന പരാതിയിലാണ് ബിബിൻ സി ബാബുവിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. വീണ്ടും പീഡനമുണ്ടായാൽ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കാൻ പരാതിക്കാരിക്ക് എന്നുകൂടി ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് എം കെ ഷുക്കൂർ നൽകിയത്.